സാമൂഹ്യ സംഘത്തിൻ്റെ ഉദാഹരണം ആണ് കുടുംബം എന്നുള്ളത്. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. അപ്പോൾ പ്രാഥമിക സാമൂഹിക സ്ഥാപനം എന്നറിയപ്പെടുന്നതും കുടുംബം ആണ്. കൂട്ടുകുടുംബത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന റോബിൻ ജെഫ്രിയുടെ കൃതി ആണ് നായർ മേധാവിത്വത്തിൻ്റെ പതനം എന്നുള്ളത്. കൂട്ടുകുടുംബത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന റോബിൻ ജെഫ്രിയുടെ കൃതിയാണ് നായർ മേധാവിത്വത്തിൻ്റെ പതനം. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കുടുംബം ആണ്. അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബം അറിയപ്പെടുന്നത് അണുകുടുംബം എന്നാണ്. ഒന്നിൽ കൂടുതൽ അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ അറിയപ്പെടുന്നത് വിസ്തൃത കുടുംബം എന്നുള്ളതാണ്. അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബമാണ് അണുകുടുംബം. ഒന്നിൽ കൂടുതൽ അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ അറിയപ്പെടുന്നത് വിസ്തൃത കുടുംബം എന്നാണ്. അപ്പോൾ മൂന്നിൽ കൂടുതൽ തലമുറകൾ ഒന്നിച്ച് താമസിക്കുന്നതിനെയാണ് കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. മൂന്നിൽ കൂടുതൽ തലമുറകൾ ഒന്നിച്ച് താമസിക്കുന്ന കുടുംബം അറിയപ്പെടുന്നതാണ് കൂട്ടുകുടുംബം എന്നുള്ളത്. കുടുംബാംഗങ്ങൾക്കിടയിലെ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കലാണ് കുടുംബത്തിൻ്റെ ധർമ്മം എന്നഭിപ്രായപ്പെട്ടതാണ് ഓഗ്ബോൺ. കുടുംബാംഗങ്ങൾക്കിടയിലെ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിൻ്റെ ധർമ്മം എന്നഭിപ്രായപ്പെട്ടതാണ് ഓഗ്ബോണിൻ്റെതാണ് ഓഗ്ബോൺ. വ്യക്തിയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന സാമൂഹിക സംഘങ്ങളാണ് സമുദായം, സമാജം. വ്യക്തികളുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന സാമൂഹിക സംഘങ്ങളെയാണ് സമാജങ്ങളും സമുദായങ്ങളും. ഒരു നിശ്ചിത പ്രദേശത്ത് നാം ഒന്നാണ് എന്ന വികാരത്തോടെ ജീവിക്കുന്ന വ്യക്തികളുടെ സംഘം അറിയപ്പെടുന്നതാണ് സമുദായം. ഒരു നിശ്ചിത പ്രദേശത്ത് നാം ഒന്നാണ് എന്ന വികാരത്തോടെ ജീവിക്കുന്ന വ്യക്തികളുടെ സംഘം അറിയപ്പെടുന്നത് സമുദായം എന്നാണ്. വ്യക്തികളിൽ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുനന്മയ്ക്ക് വേണ്ടി രൂപം കൊള്ളുന്നതാണ് സമാജങ്ങൾ. വ്യക്തികളിൽ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പൊതുനന്മയ്ക്ക് വേണ്ടി രൂപം കൊള്ളുന്നതാണ് സമാജങ്ങൾ. ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് സമാജം എന്നഭിപ്രായപ്പെട്ട ചിന്തകനാണ് ബൊഗാർഡ്. ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് സമാജം. ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് സമാജം എന്നഭിപ്രായപ്പെട്ട ചിന്തകനാണ് ബൊഗാർഡ്. വ്യക്തികളുടെ പെരുമാറ്റത്തിലും ചിന്തകളിലും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ് സാമൂഹിക സംഘങ്ങൾ എന്ന് പറയുന്നത്. വ്യക്തികളുടെ പെരുമാറ്റത്തിലും ചിന്തകളിലും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ് സാമൂഹിക സംഘങ്ങൾ എന്നുള്ളത്. പ്രാഥമിക സംഘത്തിൻ്റെ ലക്ഷ്യം അംഗങ്ങളുടെ ക്ഷേമം. അതിനുദാഹരണമാണ് കുടുംബം. പ്രാഥമിക സംഘമാണ് കുടുംബം. പ്രാഥമിക സംഘത്തിൻ്റെ ഉദാഹരണമാണ് കുടുംബം. അംഗങ്ങൾക്കിടയിൽ എണ്ണം കൂടുതലായിരിക്കുകയും അംഗങ്ങൾക്കിടയിൽ ഔപചാരിക ബന്ധം നിലനിൽക്കുകയും ചെയ്യുന്ന സംഘമാണ് ദ്വിതീയ സംഘം എന്ന് പറയുന്നത്. പ്രാഥമിക സംഘം കുടുംബം. ദ്വിതീയ സംഘം എന്ന് പറയുന്നത് ദ്വിതീയ സംഘങ്ങളിലെ അംഗത്വത്തിൻ്റെ അടിസ്ഥാനം വ്യക്തിപരമായ പ്രയോജനം. ദ്വിതീയ സംഘത്തിന് ഉദാഹരണമാണ് ക്ലബ്ബുകളും ടീമുകളുമാണ്. ദ്വിതീയ സംഘത്തിൻ്റെ ഉദാഹരണം ക്ലബ്ബുകളും ടീമുകളും ആണ്. ധാർമ്മിക മൂല്യങ്ങൾ വളർത്താൻ സഹായിക്കുന്ന സംഘടനകളാണ് മത സംഘടനകൾ. ഇനി ഒരു പ്രദേശത്ത് താമസിക്കുകയും തനതു ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ഒരേ സംസ്കാരമുള്ള ജനവിഭാഗത്തെ ഗോത്ര സമൂഹം എന്ന് പറയുന്നു. ഒരു പ്രദേശത്ത് താമസിക്കുകയും തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ഒരേ സംസ്കാരമുള്ള ജനവിഭാഗത്തെയാണ് ഗോത്ര സമൂഹം എന്ന് പറയുന്നത്. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഗോത്ര സമൂഹങ്ങളാണ് പണിയർ, കുറച്യർ, അടിയാൻ, കാടർ. പണിയർ, കുറച്യർ, അടിയാൻ, കാടർ. പല ജില്ലകളിലായി ചിതറിക്കിടക്കുന്ന ഗോത്ര സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗോത്രം എന്ന് പറയുന്നതാണ് പണിയർ. ഗോത്ര സമൂഹം ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം ആണ് ഊര്. ഊരിൻ്റെ നേതാവാണ് ഊര് മൂപ്പൻ. സ്വസ്ഥപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്തുവാനും നിലനിർത്താനും ഓരോ സാമൂഹിക സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളും ഇടപെടലുകളും ആണ് സാമൂഹിക നിയന്ത്രണം എന്നറിയപ്പെടുന്നത്. സ്വസ്ഥപൂർണമായ ഒരു ചുറ്റുപാട് ഉറപ്പുവരുത്താനും നിലനിർത്താനും ഓരോ സാമൂഹിക സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളുടെ ഇടപെടലുകളാണ് സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിൽ സാമൂഹ്യ നിയന്ത്രണ ഏജൻസികൾ മുഖ്യ പങ്ക് വഹിക്കുന്നു.
ബലപ്രയോഗത്തിലൂടെ ഒരു വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സാമൂഹ്യ നിയന്ത്രണ ഏജൻസിയാണ് രാഷ്ട്രം എന്നുള്ളത്. വ്യക്തികളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിൽ സാമൂഹ്യ നിയന്ത്രണ ഏജൻസികൾ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സാമൂഹ്യ നിയന്ത്രണ ഏജൻസി ആണ് രാഷ്ട്രം എന്നുള്ളത്.